ഇതിപ്പോൾ നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നമ്മളെ വണ്ടി പാർസൽ ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. അവിടെ കുറച്ച് ബുക്കിങ്ങും പരിപാടിയുണ്ട്. തിരക്കായതുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് ലേറ്റായി. നമ്മൾ വണ്ടി വരുന്ന ഒരു 15 മിനിറ്റ് മുമ്പാണ് എല്ലാം സെറ്റായി ആയത്. പിന്നെ അവിടുത്തെ ആൾക്കാർ നല്ല സഹകരണമായിരുന്നു. നമ്മൾ ട്രെയിനിൽ കയറി ഇരിക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. നല്ല തിരക്കായിരുന്നു. എല്ലാമേ നിൽക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, നല്ല തിരക്കാണ്. നമ്മുടെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട്. ബാഗൊക്കെ നമ്മൾ മുകളിൽ കയറ്റി വെച്ചു. എന്നിട്ട് നിൽക്കുവാണ് നമ്മൾ. ഹോപ്പ്ഫുള്ളി കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും സ്ഥലം കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി. അപ്പുറത്ത് കിട്ടി. അവിടെ പിന്നെ തിരക്കൊന്നുമില്ല. തൃശ്ശൂർ വരെ ഉള്ളായിരുന്നു തിരക്ക്. ഇതിന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അല്ല ഓഡിയോ വരൂ കേട്ടോ. ഓഡിയോ വരും. ഇല്ല, ഓഡിയോ കട്ട് ചെയ്യുന്ന പരിപാടി. റോ ഫുട്ടേജാണ് ഇടുന്നത്. ഡേ 1 അല്ല ഡേ 2. എടാ ഞാൻ എങ്ങനെയാടാ എന്നെ തന്നെ എടുക്കണേ? ഹലോ ഗൈസ്, ഇതാണ് അതെ ഡേ 2 സ്വാമി ആഞ്ചലോ. ഡേ 2 എന്ന് പറയാൻ പറ്റില്ല, ഹാഫ്. ഇറങ്ങിയത് രാവിലെ ആള്. ഉച്ചയ്ക്കാ പരിപാടിയിലൊക്കെ ട്രെയിനിൽ കയറി. എല്ലാവരും ചായ ഒക്കെ കുടിക്കണം. ഞങ്ങൾ ട്രെയിനിൻ്റെ ഫുഡിൻ്റെ വീഡിയോ കാരണം ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഈ ഹെൽമെറ്റ്, ബാഗ് ഈ വലിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നും, പക്ഷെ ഞാൻ വലിക്കില്ല. ഞാനെങ്കിൽ പരിപാടി. തെറ്റിക്ക് ഉറക്കമുറങ്ങുന്ന ആഞ്ചലാണ്. നല്ല ഉറക്കമാണ്. മണി ഇപ്പോൾ ഒരു 10 മണി 11 മണിയൊക്കെ കാണും. ട്രെയിനിലാണ് ഞങ്ങൾ. നല്ല ഉറക്കമില്ല, മുഖം കാണത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ RIC ആയ ടിക്കറ്റിൽ ഞാൻ പോയിരുന്നതാണ് ഈ കാണുന്നത്. അവിടെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരൊറ്റ ഹാഫ് ബർത്താണ് തന്നത്. ഞങ്ങൾ 2 പേർക്കും കൂടെ. ഞങ്ങൾക്ക് എന്തായാലും അവിടെ പോയിരിക്കാൻ പറ്റില്ല. ആദ്യം ഭേദം ജനറലായിരുന്നു. അപ്പം ചുമ്മാ കുറച്ച് നേരം പോയിരുന്നു. എന്തായാലും പൈസ പോയി. കുറച്ച് നേരം പോയിരുന്നതാണ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് കുറച്ച് നേരം ഇരിക്കാൻ അത്ര കംഫർട്ടബിളും കൂടെ അല്ലായിരുന്നു. മറ്റേ അവിടുത്തെ ജനറലിൽ കിടക്കുമായിരുന്നു. ബ്ലോഗിൽ ആഡ് ചെയ്യാലോ. മോരുവെള്ളം കുടിക്കണം. പിന്നെ മോരുവെള്ളത്തിൻ്റെ വർഷം. ഡേ 3 എന്നെ എടുക്കണമല്ലോ. എന്നിട്ട് പറ ഡേ 3 എല്ലാവരും ഡൽഹിയിലേക്ക് ഇറങ്ങാൻ പോകണം. പുള്ളിനെ നമുക്ക് ട്രെയിനിൽ വെച്ച് കിട്ടിയതാണ്. ഞാൻ മറ്റേ സ്ലീപ്പർ നമ്മൾ RIC പോയിരുന്നപ്പോഴേക്കും അലമീൻ കമ്പനിയൊക്കെ ആളാണ്. പുള്ളി ബീഹാറിലെ ഫോറൻസിക്കിന് വേണ്ടി വർക്ക് ചെയ്യുക. ഹെയർ സ്റ്റൈൽ കേട്ടോ, അടിപൊളിയാണ്. ഇത് വേറൊരു കമ്പനിക്കാരൻ. ഇതിന് എൻ്റെ കൊച്ചിനെ കൊണ്ട് ഒളിച്ചോടാൻ വന്നയാ. ഏതോ ഇവനെ നമുക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയതാണ്. ഇവനും എൻ്റെ കാമുകയെ കാണാൻ വേണ്ടി റൂക്കിലേക്ക് പോകുന്ന വഴിയാണിത്. ഫസ്റ്റ് ടൈം അവർ കാണാൻ പോകുന്നത്. ഏതോ ചെറിയ ഗെയിമില്ലേ, മറ്റേ ഡ്രാഗനെയൊക്കെ മുട്ടയിൽ വിരിയിപ്പിക്കുന്നത്, ആ ഗെയിമിൽ കൂടെ എന്തോ പരിചയപ്പെട്ടതാണ്. ഷോക്കൊക്കെ കണ്ട ഷോക്കേ ഉള്ളി
എല്ലാവരും ഡൽഹിയിലേക്ക് ഇറങ്ങാൻ പോവാ. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇതാണ് ഒറിജിനൽ ഡൽഹി കോലം. ഇതൊക്കെ പിഴച്ചിരിക്കുക. ഞാനോ ആ വണ്ടി കണ്ടുപിടിക്കണം. ഹരിദ്വാരത്തി അത്രേ ഉള്ളൂ. അതിനും പോയി വണ്ടി കണ്ടുപിടിക്കണം, വണ്ടി ഇറക്കണം, പെട്രോൾ പമ്പ് കണ്ടുപിടിക്കണം, വണ്ടി സാധനമൊക്കെ വെക്കണം, പരിപാടികളുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഹരിദ്വാറിൽ ഇറങ്ങി, അല്ല ഹരിദ്വാർ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ട് ഇപ്പോൾ ഏതോ ഒരു പുഴ ഡാമിലാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ലഗേജൊക്കെ അതേ ഇരിക്കുന്നു. ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മൾ ഇറങ്ങി. അത് ട്രെയിനിലിരുന്ന് മുടിയൊക്കെ മൊത്തം പോയായിരുന്നു. ഇപ്പം ഇറങ്ങിയപ്പോൾ ഒരു ആശ്വാസമായി. വെയിലുണ്ട്, പക്ഷെ വലിയ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അതാണ് ഭയങ്കര അടിപൊളി, നല്ല രസമാണ്. അപ്പം ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. നമ്മൾ പെട്രോൾ പമ്പിൽ നിർത്തിയൊക്കെയാണ്. അല്ലെങ്കിൽ സ്റ്റോറി ഇടുകയാണ് നമുക്ക് വേണ്ടി. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ നേപ്പാളിൽ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ മറന്നു വെച്ചു. ഞങ്ങൾ കുടിച്ചെടുത്ത് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങി കുടിച്ചായിരുന്നു ഹരിദ്വാറിൽ. കുറച്ച് സാധനങ്ങൾ മറന്നു വെച്ചു. ഞങ്ങളിട്ട് നിക്കർ, ഷോക്സ് അതൊക്കെ അവിടെ വെച്ചു. കുഴപ്പമില്ല, വലിയ നഷ്ടമൊന്നുമില്ല. കാരണം ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല. പോയത് പോട്ടെ, നെക്സ്റ്റ് ടൈം ഇനി നോക്കണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മറവി പ്രശ്നമുണ്ട്. ഇനി മുതൽ അതുണ്ടാകരുത്. ഞങ്ങൾ ട്രെയിനിൽ വന്നപ്പോൾ പറഞ്ഞേ ഉള്ളൂ ഈ മറവി ഉണ്ടെന്ന്. ഇനി അതുണ്ടാവില്ല, നമ്മൾ നോക്കും. ഓക്കെ. ഇതിപ്പോൾ രാത്രി എത്ര മണിയാണെന്ന് ഓർമ്മയില്ല. പക്ഷേ ഞങ്ങൾ ബോർഡറിൻ്റെ അടുത്തെത്തി. ബോർഡറിൻ്റെ അടുത്തുള്ള സിറ്റിയാണിത്. എന്നിട്ട് ഞങ്ങളവിടെ ഇത് കുറച്ച് ലേറ്റായി. ഇപ്പോൾ അവിടെ ഒരു ഫുഡ് സ്പോട്ട് തപ്പാൻ വേണ്ടി അലവീൻ പോയേക്കുവാണ്. ഞാൻ ഇപ്പോൾ ലഗേജ് എല്ലാം വെച്ചിട്ട് അവിടെ ഇരിക്കുക. ഓക്കെ, അതാണ് ഈ വ്യൂ. അങ്ങനെ ആ സമയത്ത് ഓപ്പൺ ആയിട്ടുള്ളൊരു ഫുഡ് സ്പോട്ട് കിട്ടി. ഞങ്ങളവിടെ ഇരുന്ന് ചൗ കഴിച്ചു. നമ്മുടെ അടുത്ത് പട്ടി കഴിക്കുന്ന ചൗ അല്ല, അവിടുത്തെ ഒരു മാഗിയൊക്കെ വെച്ചുള്ള സംഭവമാണ്. അത് കഴിച്ചു. അത് ഇത് ഞങ്ങൾ ബോർഡർ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ബോർഡർ കഴിഞ്ഞ് നമ്മളൊരു ഫോറസ്റ്റ് റിസർവിലേക്ക് കയറുക. ഇവിടുന്ന് 3 ബൈക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കടത്തി വിടുള്ളൂ. നമ്മളൊരു ബൈക്ക് വെയിറ്റ് ചെയ്യുവാണ് അടുത്ത ബൈക്കിന് വേണ്ടി. ഇത് നമ്മൾ പോയ അല്ലമീൻ്റെ വണ്ടിയിൽ വെച്ചുള്ളൊരു ഫോട്ടോയാണ്. അതിൽ നമ്മൾ ലഗേജും ആളും ഒക്കെ ഇരിക്കുന്നതെന്ന് കാണിക്കണ്ടേ. ഇത് നമ്മൾ 3-4 ഫോറസ്റ്റ് റിസർവ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോക്ര എന്ന് പറയുന്ന നേപ്പാളിലെ ഒരു സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ്. വലിയൊരു മല കയറുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോ നമ്മൾ കയറുന്നുകൊണ്ട് ഇറങ്ങുന്നുണ്ട് ഒരു വലിയ മല.
ഓക്കെ, അത് നല്ല നല്ല വഴിയായിരുന്നു. കുറേ ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന വഴിയാണ്. കുറേ ആൾക്കാർ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് അതിൻ്റെ വിഷ്വൽസാണ്. ഇത് ഇറങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ദൂരം പോയി കഴിയുമ്പോൾ നമ്മൾ പോക്ര എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് എത്തും. ഇതൊരു നല്ല സ്പോട്ട് കണ്ടപ്പോൾ നിർത്തി വീഡിയോ എടുത്തതാണ്. പക്ഷേ കണ്ണി കാണുന്നതിൻ്റെ ആ രസം ആ ഫോട്ടോയിൽ കിട്ടിയില്ല. പക്ഷേ ഇത് നേരിട്ടാണ് നല്ല രസമായിരുന്നു. ബട്ട് ഫോട്ടോയിൽ അത്രയില്ല. നമ്മളിപ്പം പോക്ര എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അന്നപൂർണ്ണയ്ക്ക് ഏറെക്കുറെ 60 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇതിൻ്റെ പെർമിറ്റും കാര്യങ്ങളും ഉണ്ടല്ലോ അന്നപൂർണ്ണ കയറാൻ അവിടെ, അത് ഇവിടുന്ന് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പോക്ര ടൗണിൽ നിന്ന്. പോക്ര ടൗൺ അത്രയും വലിയ ടൗൺ, ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടുന്ന് നോക്കിയാൽ മൊത്തം കാണാറുണ്ട്. അങ്ങനെ നമ്മൾ പോക്ര ടൗണിൽ കൂടെ സൈഡ് ലേക്ക് സൈഡ് വ്യൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ വേറൊരു പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ മുമ്പിൽ പോകുന്ന ആൾക്കാർ നമുക്ക് വഴി കാണിച്ചു തരുമായിരുന്നു എങ്ങനെ പോകേണ്ടതെന്നുള്ളത്. അവർ കുറേ നേരം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സൈഡിലേക്ക് പോയിട്ട് ലെഫ്റ്റ് പോയാൽ മതി എന്ന് പറഞ്ഞു. അവിടെയായിരുന്നു സ്ഥലം. ഞങ്ങൾ എന്നിട്ട് അവിടെ പോയി കുറച്ച് നേരം എൻജോയ് ചെയ്തു. അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. അവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ പാർക്കിൽ നമ്മൾ കുക്ക് ചെയ്തു. റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നല്ല പാർക്കായിരുന്നു. പിന്നെ ലേക്ക് കുറച്ച് അത്ര നല്ല ലേക്കെന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഓക്കെ ലേക്കാണ്. വലിയ ഒഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയതല്ല മെയിൻ ലേക്ക്. അത് മെയിൻ ലേക്കിൻ്റെ സൈഡ് എങ്ങാണ്ടായിരുന്നു. മെയിൻ ലേക്കിലേക്ക് നമ്മൾ ഇത് കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതും കൊണ്ട് തീർക്കാമെന്ന് ഓർത്തിട്ടാണ്. ഈ ഭാഗത്തുനിന്ന് മുതൽ തീർക്കുവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.